ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് കുത്തിയോട്ട വ്രതം. 12 വയസ്സിൽ താഴെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. കുത്തിയോട്ടത്തിന് ദേവീഭടന്മാരായ ബാലന്മാരെ അണിയിച്ചൊരുക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് മാധവൻ പിള്ളയും കുടുംബവും. വ്രതം നോറ്റ് ചൂരൽ കുത്തി ആറ്റുകാലമ്മയുടെ ദാസന്മാരാകണം. ക്ഷേത്രത്തിൽ താമസിച്ച് ഈറനണിഞ്ഞ് ദേവിക്ക് മുന്നിൽ 1008 നമസ്കാരം പൂർത്തിയാക്കണം. പൊങ്കാലയ്ക്ക് ശേഷം മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അമ്മ എത്തി തിരികെ മടങ്ങുന്നതുവരെ അകമ്പടി സേവിക്കണം. ദേവിയുടെ ദാസന്മാരായതിനാൽ പകിട്ടിന് ഒരൽപ്പം പോലും കുറവ് വരാനും പാടില്ല. അതിനാൽ എല്ലാ വർഷവും പോലെ ഇത്തവണയും ബാലന്മാരെ അണിയിച്ചൊരുക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് മാധവൻ പിള്ളയും കുടുംബവും. പൊങ്കാല നൈവേദ്യം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടി ഞങ്ങൾ കുത്തിയോട്ട ബാലന്മാരെ ചമയിച്ച് അണിയിച്ചൊരുക്കുന്നതാണ്. അപ്പൊ അതില് ഈ ദേവിയുടെ തന്നെ ദാസന്മാരായി നിൽക്കുന്ന അവർക്ക് അതേ പൈതൃക മാതൃകയുള്ള പഴയ രീതിയിലെ ഇതുകൾ തന്നെ ആവശ്യമായതുകൊണ്ട് കിരീടങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത്. പഴയ കാലത്തെ ഭടന്മാരുടെ രീതിയിൽ നിൽക്കുന്ന കിരീടവും അതുമായിട്ട് അനുബന്ധിച്ചു വരുന്ന രീതിയിലെ മേക്കപ്പും പുഷ്പങ്ങളും അങ്ങനെയാണ് കുട്ടികളെ അണിയിച്ചൊരുക്കുന്നത്. കഴിഞ്ഞ 38 വർഷമായി ദേവീ ഭടന്മാരെ കിരീടവും മാറാപ്പും മുടുവും പിച്ചിമാലയും അണിയിപ്പിച്ച് ഒരുക്കാൻ കഴിയുന്നത് ജന്മസുഹൃതമായി മാധവൻ പിള്ള കാണുന്നു. ഏകദേശം ഒരു 38-40 വർഷം മുതലാണ് എല്ലാം അമ്പലം തന്നെ ഏറ്റെടുത്ത് എല്ലാ കുട്ടികളെയും ഒരേപോലെ അണിയിച്ചൊരുക്കി ചെയ്യുന്നത്. അന്ന് മുതൽ ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അതിന്റെ അനുഗ്രഹം നമുക്ക് അമ്മ തന്നു എന്ന് തന്നെ പറയാം. ദിവസങ്ങൾ നീണ്ട പ്രയത്നമുണ്ട് ദേവീദാസന്മാരുടെ ഒരുക്കത്തിന് പിന്നിൽ. 607 ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. ദിവസവും ക്ഷേത്രാലങ്കാരത്തിനുള്ള പൂവുകൾ എത്തിക്കുന്നതും ഈ കുടുംബം തന്നെയാണ്. ജനം, തിരുവനന്തപുരം.